പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഫാമിലി ബിൽഡിംഗ് ബോൺസ് ആൻഡ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ട്രാൻസ്ഫോമേഴ്സിന്റെ ഈ ഒരു ഇവന്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ട്രാൻസ്ഫോമേഴ്സിന്റെ പേരുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് റൂമിൽ നമ്മൾ കിഡ്സിന്റെ സെഷൻ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ബിലോ 6 years ഓൾഡിന് താഴെയുള്ള കിഡ്സിന്റെ പാരന്റ്സിന് വേണ്ടിയുള്ള സെഷനാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് റൂമിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പാരന്റ്സിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നമ്മുടെ സെഷൻസ് എടുക്കുന്നത് ഓൾറെഡി റെനിച്ചാൻ പറഞ്ഞതുപോലെ ഡോക്ടർ സജി സാറ് നമുക്ക് അത്ര എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. എങ്കിൽ തന്നെയും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. കൗൺസിലിംഗ് മേഖലയിൽ നല്ല സജീവമായി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലും യൂത്തിന്റെ ഇടയിലും പാരന്റ്സിന്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസനാണ് ഡോക്ടർ KP സജികുമാർ സാർ. അതുപോലെ തന്നെ ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരി കോട്ടയത്ത് പ്രിൻസിപ്പളായിട്ട് താൻ സേവനം അനുഷ്ഠിക്കുന്നു. അതുപോലെ നല്ലൊരു പ്രഭാഷകനും കൂടിയാണ് കർത്തദാസൻ. സാർ നമ്മളോട് കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ കിഡ്സിന്റെ ബിലോ 6 years ആയിട്ടുള്ള കിഡ്സ് ഉള്ള പാരന്റ്സിന് വേണ്ടിയുള്ള സെഷൻ തുടർന്ന് നയിക്കുന്നത് സാർ ആയിരിക്കും. തുടർന്നുള്ള സമയങ്ങൾ ഡോക്ടർ KP സജികുമാർ സാറിന് കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു ബ്ലസൻ. താങ്ക് യു ഫോർ ദ ടൈം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വന്ദനം. If it is possible, if some of you can switch on your video, I'll be very glad, especially parents, if you are able to switch on your video, please. ആരെങ്കിലും ഒക്കെ 2-3 പേരെങ്കിലും വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു എൻകറേജ്മെന്റ് ആണ്. സോ താങ്ക് യു ഫോർ യുവർ വില്ലിംഗ്നെസ്. താങ്ക് യു വെരി മച്ച്. ഒരു 2-3 പേരെങ്കിലും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. താങ്ക് യു. അപ്പം നമ്മള് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 2 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുള്ള മാതാപിതാക്കളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എല്ലാവർക്കും മലയാളം അറിയാമെന്ന് വിചാരിക്കുന്നു. ബട്ട് ദർ മേ ബി സം പീപ്പിൾ ഹു ഫൈൻഡ്സ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽട്ടി വിത്ത് മലയാളം. സോ ഇംഗ്ലീഷും മലയാളം കൂടെ ക്ലബ് ചെയ്യാം അല്ലെ ബ്ലസൻ? അങ്ങനെയല്ലേ? ഓക്കെ അങ്ങനെ ചെയ്യാം. താങ്ക് യു. സോ ഈ ഒരു ടൈം വളരെ ക്രൂഷ്യൽ ആണെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, തിങ്ക് അബൌട്ട് എ ചൈൽഡ് റൈറ്റ് ആഫ്റ്റർ ദ ചൈൽഡ് ഇസ് ബോൺ. ഈ കൊച്ചിനൊന്നും അറിയത്തില്ല, സംസാരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, എന്താ ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല. മേ ബി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് ഓൾ ദ ചൈൽഡ് ഈസ് നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ. പക്ഷെ ഒരു 3 വയസ്സിലേക്ക് കയറുമ്പോഴേക്കും ദ ചൈൽഡ് ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെരി വെൽ. അപ്പം ചൈൽഡ് പതുക്കെ കാര്യങ്ങൾ റീഡ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണ് 3 years to 6 years എന്ന് പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, this is the time when children start internalizing things in a heavy content. Internalize എന്ന് പറഞ്ഞാൽ this is when the children will learn whether they are loved or not. This is when children will learn whether they are accepted or not. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള ചില പ്രത്യേകതകൾ ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. എന്നിട്ട് വാട്ട് ഐ മീൻ ടു സേ ഈസ്, ഇപ്പം ഈ നമ്മുടെ ഇത് നടക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. അപ്പം അതിനും കൂടെ ചേർത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ കുറച്ച് സമയമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ലെറ്റ് മീ പുട്ട് ഇറ്റ് ദിസ് വേ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അടുത്തൊരു കൊച്ചിനെ കൊണ്ട് അമ്മ കൗൺസിലിങ്ങിന് വന്നു. അപ്പൊ ദ പ്രോബ്ലം ഈസ്, ഈ കൊച്ച് ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഷീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദ ടീനേജ്. ഭയങ്കര ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. ഷീ ഈസ് സ്ട്രഗിളിങ് സോ മച്ച് വിത്ത് സെൽഫ് കോൺഫിഡൻസ്. ഭയങ്കരമായിട്ട് കണ്ണാടി നോക്കത്തില്ല, സ്വയം ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ ഇടപെടത്തില്ല, പ്രത്യേകിച്ചും പാരൻസുമായിട്ട് സംസാരിക്കത്തില്ല, എപ്പോഴും റൂമിനകത്താണ്, ഡിപ്രഷന്റെ സിംറ്റംസ് കാണിക്കുന്നു, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. So they were so worried about this child, and while I was digging into the root of what is her problem, I came across the internalization. അതാണ് ഞാൻ ആദ്യം ആ പദം ഉപയോഗിച്ച ഇന്റേണലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. നമ്മൾ ഈ വളർന്നു വരുന്ന 3 വയസ്സ് 4 വയസ്സ് ഭയങ്കര ക്രൂഷ്യലാണ്.
അപ്പൊ ഈ കൊച്ചിനൊരു ബോണ്ടിങ് കിട്ടിയില്ല. കൊച്ചിന്റെ ഫാദർ ഭയങ്കര ക്രൂവൽ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ഓർമ്മയിലുള്ള കർഷകൻ. അപ്പം ഈ കൊച്ചു പറയുന്നത്, എനിക്ക് 3 വയസ്സ് 4 വയസ്സുള്ള സമയത്തൊക്കെ എന്റെ പപ്പ വീട്ടിലേക്ക് കയറി വരുമ്പം ഞാൻ കട്ടിലിന്റെ അടിയിലും ടേബിളിന്റെ അടിയിലും പോയി ഒളിച്ചിരിക്കുമായിരുന്നു. ദെൻ ഹി വുഡ് ഫൈൻഡ് മീ ഔട്ട് ആൻഡ് ഹി വുഡ് ഡ്രാഗ് മീ ഔട്ട് ആൻഡ് ഹി വുഡ് ബീറ്റ് മീ മെഴ്സിലെസ്ലി ആൻഡ് ഐ വിൽ റൺ ഫോർ മൈ ലൈഫ്. ആൻഡ് നമ്മുടെ റൂമുകളിലെ കതകിന്റെ ഒന്നും കുറ്റിയില്ല. അപ്പം സോ ഐ കനോട്ട് എസ്കേപ്പ്. ആൻഡ് പിന്നെ ആകെ എസ്കേപ്പ് ചെയ്യുന്ന ബാത്റൂമിനകത്ത് കയറി ഇരുന്നാണ്. സോ ടെറിബിൾ ബ്രോക്കൺ ചൈൽഡ്ഹുഡ്. അപ്പൊ ഈ അപ്പന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പിന്നെ അപ്പന് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ദേഷ്യം വരാൻ. I mean, then these things will happen. So now what happens, this person believes that she is good for nothing. She believes nobody will accept her. അപ്പൊ ആ കൊച്ചിന്റെ ഒരു ഔട്ട്ലുക്ക്, ആ കൊച്ചിന്റെ ഒരു മറ്റുള്ളവരോട് ഇടപെടാനുള്ള കഴിവ്, ഇല്ലെങ്കിൽ ആ കൊച്ചിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വേൾഡ് വ്യൂ മൊത്തം ഡാമേജ് ആയിപ്പോയി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ റൂട്ട് ചെന്ന് കിടക്കുന്ന എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇതിന്റെ റൂട്ട് നേരെ ചെന്നത് 3.5 വയസ്സ് 4 വയസ്സ് ആ ടൈമിലോട്ടാണ്. കാരണം ആ ടൈമില് ഞാൻ പറഞ്ഞ പോലെ ഇന്റേണലൈസേഷൻ നന്നായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഇനി അടുത്തത് ഒരു 3 വയസ്സ് 4 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിരിപിരിപ്പിന്റെ സമയമാണെന്ന് നമുക്കറിയാം. ഫിസിക്കലി സ്പീക്കിംഗ് നല്ല പിരിപിരിപ്പാണ്. ആൾക്കാർ കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ആ സമയത്ത് കുട്ടികൾ വെള്ളത്തിൽ പോയേക്കാം, നഷ്ടപ്പെട്ടു പോയേക്കാം, ക്രൗഡിന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ഞാൻ ഇന്ന് ഈ സെഷൻ 1 മണിക്കൂർ മുമ്പ് എന്നെ ഒരാൾ വിളിച്ചൊരു കൗൺസിലിംഗ് സഹായം ചോദിച്ചത്, ഇറ്റ്സ് അബൌട്ട് എ ചൈൽഡ് ഹു ഈസ് 3.5 years old. അപ്പൊ കാര്യം എന്താന്ന് ചോദിച്ചപ്പോ ഈ കൊച്ചുമായിട്ട് കൊച്ചിന്റെ അമ്മ ജോലിക്ക് പോകുമ്പോ ഈ കൊച്ചു കരയണ്ടെന്ന് വിചാരിച്ച് ദി ഗ്രാൻഡ് മദർ ടുക്ക് ദ ചൈൽഡ് ടു ദ റോഡ്. അപ്പൊ ആ റോഡില് അമ്മ പെട്ടെന്ന് എന്തോ എടുക്കാൻ വേണ്ടി ആ റോഡിന്റെ താഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഗ്യാസ് കുറ്റി എല്ലാം കൂടി അടുക്കി വെച്ചൊരു വണ്ടി അതിലെ വന്നു. അപ്പൊ ആ കൊച്ചു നോക്കിയപ്പോ ഭീമാകാരമായ ഒരു വണ്ടി ഹോണും മുഴക്കി വരുന്നു. ആ വണ്ടിയിൽ മുഴുവനും ഗ്യാസ് കുറ്റികൾ കട കട കടന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നു. ഈ കൊച്ചു പേടിച്ച് വീട്ടിന് അങ്ങോട്ട് ഓടിയപ്പോ there is nobody. വീടിന്റെ അവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് ഓടിയപ്പോ വണ്ടി വരുന്നു. അപ്പോഴേക്കും കൊച്ചിന്റെ അമ്മയെ കാണുന്നില്ല, അമ്മൂമ്മയെ കാണുന്നില്ല. കൊച്ചാകെ പേടിച്ചു. Now what happens is the child has developed a phobia to be alone, phobia to come out of the house, phobia to be in a road, phobia in several aspects. അപ്പൊ എന്നോട് പറഞ്ഞു ആ കൊച്ചിനെ എങ്ങനെ രക്ഷിക്കാമെന്ന്, എങ്ങനെ സഹായിക്കാമെന്ന് they were asking some advice and they wanted me to talk to them, especially to the mother and father, because the child has developed a phobia. ഞാൻ ഒരു കാര്യം പറയാം, 3 വയസ്സ് 4 വയസ്സുള്ള സമയത്ത് കൊച്ചുങ്ങളുടെ തലയ്ക്കകത്തേക്കിട്ട തെറ്റായ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ജീവിതകാലം മുഴുവനും ഈ കൊച്ചിനെ ഇത് ചിലപ്പോൾ ഫോബിയ ആയിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്ലൈറ്റേ കയറാൻ ഭയങ്കര ഫോബിയ ഉള്ള ഒരു കൊച്ചുമായിട്ട് ഒരു മുതിർന്ന ആളുമായിട്ട് സംസാരിച്ചപ്പം അതിന്റെ റൂട്ട് പോയത്, ഇത് കുഞ്ഞായിരുന്ന സമയത്തേക്ക് 4 വയസ്സ് 5 വയസ്സ് ആ സമയത്ത് സ്ഥിരമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുമായിരുന്നത്രേ, ആ പറന്നു പോകുന്ന ഫ്ലൈറ്റ് ഒക്കെ ഇല്ലേ, ഇഫ് യു ഗെറ്റ് ഇൻസൈഡ് യു കാൺ ബ്രീത്ത്. ദ മൊമെന്റ് ദേ ക്ലോസ് ദ ഡോർ ദർ വിൽ ബി നോ ഓക്സിജൻ and it is flying too high. അതിനകത്ത് എത്ര പേര് ശ്വാസം കിട്ടാതെ ചത്തുപോയിട്ടുണ്ടെന്ന് അറിയാമോ? So this child who doesn't know anything, every time the child sees the plane, this is what is coming. അപ്പൊ ഇപ്പൊ ആൾ നല്ല ജോലിക്കാരനായി, ആൾക്ക് നല്ല പ്രൊമോഷൻ കിട്ടി. അപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് he has to travel so much, including international travels. ഫ്ലൈറ്റേ കയറാൻ പറ്റത്തില്ല, ഫ്ലൈറ്റേ കയറാൻ ഫോബിയാണ്. അപ്പൊ അങ്ങനെയാണ് കൗൺസിലിങ്ങിന് വരുന്നത്. സോ അതിന്റെ റൂട്ട് പോയത് 5 വയസ്സിലോട്ടാണെന്ന് ഞാൻ പറയായിരുന്നു. അതുപോലെ ഒരു പാസ്റ്ററുടെ മോളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്, ആ കൊച്ചിന് പാവ ഒരു പ്രത്യേക ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ഇളക്കുന്ന ടൈപ്പ് ഒരു പാവയാണ്. ആ പാവയെ കണ്ട ഈ കൊച്ചു കൂടും. അതിപ്പോ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴാണ്, ആരെങ്കിലും കാറിൽ കയറുമ്പോൾ അങ്ങനത്തെ ഒരു പാവ ആ കാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു തലയും താത്തി ഒരൊറ്റ ഇരിപ്പാ. കാരണം തല പൊക്കിയാൽ ഈ കൊച്ചു ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും പേടിച്ചു. സോ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ 2 years and 3 years. അവിടെ കൊച്ചിനെ ഈ അമ്മ ഭക്ഷണം കൊടുക്കാൻ നേരത്ത് ഈ അമ്മ സ്ഥിരം പറയുമായിരുന്നു, വേഗം കഴിച്ചോ, പാവ ഇരിക്കുന്നുണ്ടോ, തല ആട്ടുന്നുണ്ടോ, ആ കൊച്ചു പേടിച്ച് ഭക്ഷണം. സോ ആ കൊച്ചിന്റെ തലയ്ക്കകത്തേക്ക് കൊടുത്ത ഒരു ഫിയർ ആയിരുന്നു. അപ്പൊ ഈ പ്രായത്തിൽ നമ്മൾ ചിലപ്പം കൊച്ചുങ്ങളെ അനുസരിപ്പിക്കാൻ വേണ്ടി കോക്കാച്ചി വരും കേട്ടോ, രാത്രി മിനിറ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞ് ഈ പേടിപ്പിക്കുന്ന സാധനം പിന്നീട് ഈ കൊച്ചിന് ഭയങ്കര ഫോബിയായിട്ട് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ ഇടിവെട്ടും മിന്നലും ഉണ്ടാകുന്ന സമയത്ത് ഇടിവെട്ടുന്നു ഊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മ കടന്ന് ഭയങ്കര ഭയം ഉണ്ടാക്കുമ്പം 3 വയസ്സ് 4 വയസ്സുള്ള കൊച്ചിന് ഇടിമിന്നൽ എന്നുള്ളത് ഫോബിയായിട്ട് മാറുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സോ വാട്ട് ആം ഐ ട്രൈങ് ടു സേ?
ഈ ഫോർമേഷൻ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 3 years 4 years 5 years എന്നുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഈ കൊച്ച് വാല്യൂഡ് ആണെന്ന് കൊച്ചിന്റെ അകത്തൊരു തോന്നൽ ഉണ്ടാകണം. The child must feel that the child is valued. There is value given to the child. Recognized. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ചിലപ്പോ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയായിരിക്കും വീട്ടില്. അപ്പോ ചുമ്മാ നിങ്ങള് 4 വയസ്സുള്ള കൊച്ചാപ്പത്തിരിപ്പുണ്ട്. കൊച്ചിനോട് ഇങ്ങനെ പറയാണ്, അതെ മോള് ജനിച്ചപ്പോഴാണ് കേട്ടോ പപ്പയുടെ ബിസിനസ് പൊട്ടിപ്പോയത്. മോള് ജനിച്ച വർഷമാണ് മമ്മിക്ക് ആസ്മ പിടിച്ചത്. ഇതെല്ലാം ചുമ്മാ ഈ കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് കൊച്ചിനോട് പറഞ്ഞപ്പോ കൊച്ചിനെന്ത് മനസ്സിലായി? മൈ ബർത്ത് ഈസ് എ ഡേഞ്ചർ, മൈ ബർത്ത് ഈസ് എ ന്യൂസൻസ്, മൈ ബർത്ത് കോസ്റ്റ് സഫറിങ്, സോ ഐ എം റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ സഫ്. സോ ഹു ആം ഐ? ഐ എം എ ബർഡൻ. അപ്പൊ ഞാനൊരു ബാധ്യതയാണെന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ അറിയാതെ ആ കുഞ്ഞു മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളത് ഓർക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രായത്തില് ഈ 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ കൊച്ചുങ്ങൾ ഭയങ്കര 2 വിധത്തിലുണ്ട്. ഒന്ന്, ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. 2, കൊച്ചുങ്ങൾ ഭയങ്കര ഷൈ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ കൊച്ചുങ്ങളുടെ ഫോർമേഷൻ നല്ല രീതിയിൽ നടത്താം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മുടെ ഈ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ കൊച്ചുങ്ങളെ അടിക്കുകയും തല്ലുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ചോദ്യമുണ്ട്, കൊച്ചുങ്ങളെ തല്ലുന്നത് ചില രാജ്യങ്ങളിലൊക്കെ ഇഫ് യു spank your child, beat your child and there is any mark of beating anything, you are likely to be arrested. അതിപ്പോ നമ്മുടെ രാജ്യത്താണെങ്കിലും ചൈൽഡ് അബ്യൂസിന്റെ പരിധിയിൽ വരും. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങള് ചില രാജ്യങ്ങളിലൊക്കെ കൊച്ചുങ്ങൾക്ക് ഇത് അറിയാം, നമ്മുടെ രാജ്യത്ത് കൊച്ചുങ്ങൾക്ക് ഇത് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവാണ്. അപ്പം സോ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്തും. സോ തല്ലുക എന്ന് പറയുന്നത് വേദപുസ്തകം അനുശാസിക്കുന്നുണ്ട് കേട്ടോ. വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ വെറുക്കുന്നു. ഇല്ലെങ്കിൽ വടി എന്ന് പറയുന്നത്, ശാസന എന്ന് പറയുന്നത്, ശിക്ഷ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ ചോദ്യം, ആർക്കാണ് കൊച്ചിനെ തല്ലാനുള്ള യോഗ്യതയുള്ളതെന്നൊരു ചോദ്യമാണ്. അത് ഞാൻ ഇങ്ങനെ പറയാം. ഇഫ് യുവർ ചൈൽഡ് നോസ് ദാറ്റ് യു ലവ് ദ ചൈൽഡ്, യു നോ ദാറ്റ് യു ലവ് ദ ചൈൽഡ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നമുക്കറിയാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൊച്ചിനത് അറിയാമോ? അറിയാമെങ്കിൽ ചെറിയ ശിക്ഷയോ തല്ലോ അടിയോ കൊടുത്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടും. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാവും. അതായത് കൊച്ചിനറിയാമോ നിങ്ങൾ കൊച്ചിനെ സ്നേഹിക്കുന്നതെന്ന്? അതെങ്ങനെ അറിയും? ഇപ്പൊ ഞാൻ പറയും, കൊച്ചുങ്ങൾക്ക് സ്നേഹം മനസ്സിലാക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിൽ ഈ പ്രായത്തിൽ സ്നേഹം കൊടുത്താലേ കൊച്ചുങ്ങളെ ശിക്ഷ കൊടുത്താൽ അതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് എ ഹൈ ടൈം, 4 years 5 years, ഹൈ ടൈം ടു ക്രിയേറ്റ് എ ബോണ്ടിങ് വിത്ത് ചിൽഡ്രൻ. ബോണ്ടിങ് ഉണ്ടാക്കിയേ പറ്റൂ, ബോണ്ടിങ് ഉണ്ടാക്കിയേ പറ്റൂ. ഞാനിതിലൊരു മേജർ ചലഞ്ച് പറയട്ടെ ബോണ്ടിങ്ങിന്റെ. മൂത്ത കൊച്ചിനൊരു 3-3.5 വയസ്സായി. അപ്പൊ ഇതുവരെ ഈ കൊച്ച് ക്വീൻ ആയിരുന്നു, കിങ് ആയിരുന്നു, അല്ലെ? നമ്മൾ പറയത്തില്ലേ, എൻത്രോൺമെന്റ് ആയിരുന്നു. പ്രത്യേകിച്ചും ചില പാരന്റ്സിനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായത് എന്നും കൂടെ വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു ഫാമിലി പറഞ്ഞ ഒരു കാര്യമാണ്, സിബ്ലിംഗ് റൈവലറി കാര്യമായിട്ട് അവിടെ നടക്കുകയാണ്. മൂത്ത കൊച്ചിനെ ഇളയ കൊച്ചിനെ കാണാൻ പാടില്ല. കൊച്ചു തൊട്ടിലേക്ക് കിടക്കുന്ന കൊച്ചിന്റെ മണ്ടയ്ക്കോട്ട് ചെന്ന് അതും ഇതൊക്കെ വലിച്ചെറിയുക, ബേബി വേണ്ടാന്ന് പറയാ, ബേബിയെ കൊല്ലാൻ പറയുക, ബേബി എടുത്ത് വലിച്ചെറിയാൻ പറയുക, ഉപദ്രവിക്കുക. കണ്ണ് തെറ്റിയാൽ ഇളയ കൊച്ചിനെ വന്ന് ഉപദ്രവിക്കുക. അപ്പൊ പാരന്റ്സിന് മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഇങ്ങനെ. ചോദിച്ചു വന്നപ്പോ എന്നാ പറ്റിയെന്നറിയാം. ഈ ആദ്യത്തെ കുഞ്ഞാവുമ്പോ ആദ്യത്തെ കൺമണി ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ അതിന് ഇങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ അതിന്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ഇങ്ങനെ. അപ്പൊ ഈ കൊച്ചിനെ എൻത്രോൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കൊച്ചിനൊരു 3-3.5 വയസ്സുള്ള സമയത്താണ് ഇളയ കൊച്ചു ജനിക്കുന്നത്. അപ്പൊ ഇളയ കൊച്ചു ജനിച്ചത് ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആയത് മൂത്ത കൊച്ചിനോട് പറയാൻ തുടങ്ങിടാ, നിന്നെ വലിച്ച് താഴെ ഇടാൻ ഒരാള് വരുന്നുണ്ടടാ, നിന്റെ കാര്യം പോക്കായടാ,
ഒരു കുഞ്ഞുവാവ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങൾ പറയുമ്പോൾ കൊച്ചിന് എന്താ, നമ്മളിതെല്ലാം ഒന്നും ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കത്തില്ല. ബട്ട് ആക്ച്വലി ദ ചൈൽഡ് ഈസ് റീഡിങ് സംതിങ് ദാറ്റ് വി ഹാവ് നെവർ തോട്ട് അബൌട്ട്. വാട്ട് ഈസ് ദ റീഡിങ് ഓഫ് ദ ചൈൽഡ്? ഹിയർ ഇസ് എ ത്രെറ്റ് ടു മൈ അഫിനിറ്റി, മൈ പ്ലേസ് ഇൻ ദിസ് ഹൗസ്. അപ്പം ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇളയ കൊച്ചിലേക്ക് സകല അറ്റൻഷനും പോയത് ഈ മൂത്ത കൊച്ച് ഫീൽസ് ലൈക്ക് ദിസ് ചൈൽഡ് ഇസ് എ ത്രെറ്റ് ടു മൈ എക്സിസ്റ്റൻസ്, മൈ അറ്റൻഷൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ കൊച്ചിനോട് റൈവൽറി ആയി. അത് പതുക്കെ പതുക്കെ അങ്ങോട്ട് കൂടുതൽ ഇതാകുന്നത് ഈ 5 വയസ്സുള്ള കൊച്ചിനോട് പറയും, ദേ ഇളയനെ നോക്കിക്കോണം കേട്ടോ, നിന്നെ കണ്ട ഇളയത് പഠിക്കുന്നു ഓർത്തോണം എന്നും പറഞ്ഞു ആ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇളയത് തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞല്ലേ, മൂത്ത് തെറ്റിയ നീ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഈ കൊച്ചു വരയ്ക്കുന്നത് ഇവിടെ ഇളയതിന് എന്തും ആകാം, എനിക്കിവിടെ ഒന്നും ആകാൻ പാടില്ല, അപ്പൊ ഞാനിവിടെ ആരും അല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെയാണ് സിബ്ലിംഗ് റൈവലറിയുടെ സ്റ്റാർട്ടിങ് സംഭവിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിബ്ലിംഗ് റൈവലറി ഉണ്ടാകാതിരിക്കാൻ പ്രഗ്നന്റ് ആകുന്ന സമയം തൊട്ടേ മൂത്ത കൊച്ചിനോട് പറഞ്ഞു തുടങ്ങണം, മോൻ എപ്പോഴും പറയത്തില്ലേ, പറഞ്ഞില്ലേലും കൂടെ പറയും, മോൻ എപ്പോഴും ആഗ്രഹിക്കത്തില്ലേ ഒരു കുഞ്ഞുവാവ് വേണം, കുഞ്ഞുവാവ് വേണം, ഒരു കുഞ്ഞുവാവ് വരുന്നുണ്ട്, മോന്റെ കുഞ്ഞുവാവ് കേട്ടോ. എന്നിട്ട് മോൻ എന്താ കുഞ്ഞുവാവിക്ക് കൊടുക്കാൻ പോകുന്നേ, കുഞ്ഞുവാവ് ജനിച്ചു കഴിയുമ്പോൾ മോൾ എന്താ ചെയ്യാൻ പോകുന്നേ, മോൾ എങ്ങനെ കുഞ്ഞുവാവെ നോക്കുക, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ കൊച്ചിനെ കോച്ച് ചെയ്ത് ആ കൊച്ചിന്റെ സ്നേഹനിധിയായിട്ട് കുഞ്ഞുവാവെ പ്രസന്റ് ചെയ്തെടുത്തില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാം. പിന്നെ വളർന്നു വരുന്ന സമയത്ത് 2 കുഞ്ഞുങ്ങളെ ഒരേ തട്ടിൽ കാണാൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തർക്ക് അവരവരുടേതായ ടാൻട്രംസ് ഉണ്ട്. പ്രത്യേകിച്ച് 4 വയസ്സ് 5 വയസ്സുള്ള കൊച്ചുങ്ങളും നല്ല ടാൻട്രം കാണിക്കും, നല്ല പിടിവാശി കാണിക്കും. പിടിവാശി കാണിക്കുന്നത് അവർ ഈ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, എനിക്കത് വേണം, എനിക്കത് തന്നേ തീരും, ഇല്ലെങ്കിൽ ഇന്നൊരു കാര്യം നഷ്ടപ്പെട്ടു, ഇന്നൊരു കാര്യം പോയി, ഇന്നൊരു കാര്യം പൊട്ടിപ്പോയി, ഈ കൊച്ചു സമ്മതിക്കത്തില്ല, കേട്ടെന്ന് ഭയങ്കര. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ലോജിക്കൽ കോൺസിക്വൻസസിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ലൈക്ക് ഓക്കെ, മോന് you are struggling because of that. It is because of this that we can't buy that for you. ഇന്നൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, അതിനകത്ത് നിന്ന് വ്യത്യാസം വരുത്താൻ നമുക്ക് പറ്റില്ല. ഇല്ലെങ്കിൽ this thing is not needed now because of this and that എന്ന് പറഞ്ഞ് ഈ ടാൻഡ്രം കാണിക്കുന്ന കൊച്ചിനെ തല്ലി ഒതുക്കാൻ നോക്കാതെ, 1. 2, ഈ ടാൻഡ്രം കാണിച്ച് പിടിവാശി കാണിച്ച് കൈയും കാലോട്ട് അടിക്കുന്ന കൊച്ചിന്റെ പിടിവാശിക്ക് നിന്നു കൊടുക്കാതെ, ഇത് രണ്ടും തെറ്റാണ്, രണ്ടും എക്സ്ട്രീമാണ്. അതിന് പകരം കൊച്ചിന് ലോജിക്കൽ എക്സ്പ്ലനേഷൻ, ആ സമയത്ത് ലോജിക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ മനസ്സിലാവത്തില്ല, എന്നാലും കൊച്ചിനൊരു കാര്യം മനസ്സിലായി, there is something to think about. അപ്പൊ അത് കൊച്ചിനെ, അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ കുട്ടികളെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കണം. ഇപ്പൊ ഈ കൊച്ചിപ്പം പെട്ടെന്ന് നിങ്ങൾ ഈ കൊച്ചിനെ ഒന്ന് വഴക്ക് പറഞ്ഞു, വഴക്ക് കിട്ടിയത് കൊച്ചു പോയിട്ട് റൂമിനകത്ത് ഒരു കഥ അടച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ചിലപ്പോൾ വഴക്ക് പറഞ്ഞില്ല, ചിലപ്പോൾ ഒരു കാര്യം കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല, ഒറ്റ പോക്കാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് ബിഹേവിയർ. നിനക്ക് ദേഷ്യം വന്നാൽ യു എക്സ്പ്രസ് യുവർ ആങ്കർ ബൈ വേർഡ്സ്, നോട്ട് ബൈ ആക്ഷൻസ് എന്ന് കൊച്ചിനോട് സ്ഥിരമായിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിനക്ക് സങ്കടം വന്നോ, നീ കരഞ്ഞോ, നിനക്ക് സങ്കടം വന്നെങ്കിൽ നീ അത് എക്സ്പ്രസ് ചെയ്യ്. നീ പോയിട്ട് കഥ കടച്ചിരിക്കരുത്, നീ പോയിട്ട് ആരും കാണാതെ അപ്പുറത്ത് പോയി മാറിയിരിക്കരുത്. അപ്പൊ അതിനേക്കാളും നല്ലത്, നിനക്ക് സങ്കടം വന്നെങ്കിൽ go ahead and cry, ഇല്ലെങ്കിൽ go ahead and say what you feel. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി ഈ കൊച്ചിനെ ശീലിപ്പിച്ച് നമ്മൾ ഈ കൊച്ചിനോട് പറയും കൂടെ വേണം കേട്ടോ. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ, കൊച്ച് ഒരു കാര്യം, നമ്മൾ തമ്മിലൊരു കൊച്ചും പാരന്റ്സും തമ്മിൽ there was an agreement and the child broke it. അപ്പൊ ചൈൽഡ് ബ്രോക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൈൽഡിനോട് പറയാം, we had an agreement and you broke it, and then we have also agreed that when you break it, this is the result, so therefore now it's a time, let's do that. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യമില്ലാത്ത ഫീലിങ്സും ഇതിനൊന്നും ഇടയില്ല. അപ്പൊ കൊച്ചിന് മനസ്സിലായി, നെക്സ്റ്റ് ടൈം ഇഫ് ഐ ബ്രേക്ക് എ റൂൾ, ദിസ് ഇസ് വാട്ട് ഈസ് ഫോളോയിങ്. അപ്പൊ നമ്മൾ ഈ ഇപ്പം ടൈം ടേബിൾ, കൊച്ച് നമ്മളതെ മോന് അല്ലെങ്കിൽ മോള് പഠിക്കുന്നില്ല, വീട്ടിൽ വന്ന് ഒത്തിരി സമയം ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു, അപ്പൊ നമുക്കൊരു എഗ്രിമെന്റ് വേണം എന്ന് പറഞ്ഞ് കൊച്ചുമായിട്ടിരുന്നു, ടി വി കാണാം ഇന്ന സമയത്തൊട്ട് ഇന്ന സമയം വരെ, പക്ഷെ പ്രൊവൈഡഡ്
ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നമുക്ക് ഹോംവർക്ക് ചെയ്യണം, പഠിക്കണം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, 2ാം ക്ലാസ്സിലുള്ള കൊച്ചാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, സീ ടുമോറോ ഇഫ് യു ബ്രേക്ക് ഇറ്റ്, ദ കോൺസിക്വൻസ് വിൽ ബി ദിസ്. നമ്മൾ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അടുത്ത അനന്തരഫലം എന്ന് പറയുന്നത് ഇന്നതായിരിക്കുമെന്ന് കൊച്ചിനോട് പറഞ്ഞിട്ട് ആ രീതിയിൽ ഓൾറെഡി ലോജിക്കൽ കോൺസിക്വൻസസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യാൻ സാധിക്കണം. അത് ഫോളോ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും ഞാൻ പറയാം, ചില വീടുകളിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചുങ്ങളുടെ പാരന്റിങ് എന്നത് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് അപ്പൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ അങ്ങ് നടക്കും. പിന്നെ അപ്പൻ ഇടപെടുന്ന എപ്പോഴാന്ന് വെച്ചാൽ അമ്മയ്ക്ക് പറ്റാതെ വരുമ്പോഴാണ്. അത് ഈ പ്രായമല്ല, അത് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഒരു 8 വയസ്സ് 10 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴേക്കും അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പപ്പ ഇങ്ങോട്ട് വരട്ടടാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പപ്പ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി, തല്ല്, ബഹളം, കൊച്ചിനെ അപ്പൊ ഒരു ഭീകര ജന്തുവാണ് ഈ അപ്പനെന്തോ. അപ്പൊ അപ്പൻ ഇടപെടുക എന്ന് പറയുന്നത് ഭീകരത എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഈ അപ്പനുമായിട്ട് ബോണ്ടിങ് ഇല്ല, തുറന്നു പറയാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ആദ്യത്തെ ഒരു മെയിൽ അറ്റാച്ച്മെന്റ്, ഒരു മെയിൽ ഫിഗർ, വീട്ടിലൊരു മെയിൽ ഫിഗർ എന്ന് പറയുന്നത് പപ്പയാണ്. ആ പപ്പയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴാണ് ആ കുഞ്ഞ് ആ 4 വയസ്സിലും 5 വയസ്സിലും ഒരു മെയിൽ എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ കൊച്ചിന്, അതുപോലെ ഒരു ഫീമെയിൽ എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. അപ്പം മാതാപിതാക്കൾ രണ്ടുപേരും കൂടെ, ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു പദം കോ പാരന്റിങ് എന്നുള്ളൊരു പദമാണ്. കോ പാരന്റിങ്. ഈ പ്രായത്തില് ഇപ്പം 4 വയസ്സുള്ള കൊച്ച് ഇല്ലെങ്കിൽ 5 വയസ്സുള്ള കൊച്ച് കുരുത്തക്കേട് ഒപ്പിച്ചപ്പോ അമ്മ ഈ കൊച്ചിനൊരു ഒറ്റ സ്പാങ്കിങ്, ഒരു ചെറിയൊരു അടിയും കൊച്ചു കൊടുത്തു. കൊച്ചിന് നൊന്തു. അപ്പൊ കൊച്ചു തിരിച്ചു പറഞ്ഞു, എന്നെ തല്ലിയല്ലേ, ഞാൻ പപ്പയോട് പറഞ്ഞു കൊടുക്കും ഞാൻ. അപ്പൊ അമ്മ പറഞ്ഞു, നീ പോയി കേസ് കൊടുക്കണമെന്ന്. അപ്പൊ വൈകുന്നേരം പപ്പ വരുന്ന കാത്തിരിക്കുക കൊച്ചു. പപ്പ ഇങ്ങോട്ട് കയറി വന്ന് ഓടിച്ചെന്ന് പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട്, എന്റെ മമ്മി തല്ലി പപ്പ. ഇത് കേൾക്കുന്ന പപ്പ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. പപ്പ എന്തിനാ തല്ലിയത് എന്ന് കൊച്ചിനോട് ചോദിക്കണം, അമ്മയോടല്ല, കൊച്ചിനോട് ചോദിക്കണം. ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ അതോടെ ആ സംഭവം തീർന്നു. അപ്പൊ അതാ കോ പാരന്റിങ്. അല്ലാതെ ഈ കൊച്ചിനെയും കൈ പിടിച്ച് മാർച്ച് ചെയ്ത് അടുക്കളയിലേക്ക് ഡി നിന്റെ പ്രാന്തന്റെ കൊച്ചിന്റെ നേരെ തീർത്താനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 2 അങ്ങ് പറഞ്ഞപ്പോ കൊച്ചു പപ്പയുടെ മറിഞ്ഞു നിന്നിട്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്നെ തൊട്ടാൽ വിവരം അറിയും. അപ്പൊ അമ്മ അവിടെ പിശാചുമായി, അപ്പൻ അവിടെ ഏഞ്ചലുമായി. അപ്പൊ ഇതാണ് വീട്ടിനകത്തെ ചേരിതിരിവ് ഉണ്ടാക്കുന്ന ഒരു മേഖല. നെവർ എവർ we should have papa's favorite, mama's favorite, grandmother's favorite. There are some families in which children and grandchildren all stay together with the grandparents. അങ്ങനെയുള്ള വീടുകൾ ആരെങ്കിലും ഇവിടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കൊച്ചിന്റെ പാരന്റിങ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഇവിടെ ഇരിക്കുന്ന അപ്പന്മാര് പ്രത്യേകിച്ച് ഓർക്കും. കാരണം അപ്പന്മാരുടെ അമ്മയും അപ്പനും ആയിരിക്കുമല്ലോ കൂടെ കാണുന്നത്. കൊച്ചിന്റെ പാരന്റിങ്ങിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം കൊച്ചിന്റെ അപ്പനും അമ്മയ്ക്കാണ്. ഗ്രാൻഡ് പാരന്റ്സിന് ഇടപെടാൻ പരിമിതി വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ? പപ്പയും അമ്മയും വഴക്ക് പറയുമ്പോഴേക്കും ഗ്രാൻഡ് മദർ ഓടി വന്ന് കൊച്ചിനൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് അവസാനം വഴക്ക് പറയാനും പറ്റത്തില്ല, തല്ലാനും പറ്റത്തില്ല. മൊത്തം ഗ്രാൻഡ് മദർ പ്രൊട്ടക്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ എന്ത് പറ്റി? അപ്പനും അമ്മയും കൊച്ചിനും ഒരു മീച്ചവും ഇല്ല. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കൊച്ചിന് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോ സംസാരിച്ചപ്പം അമ്മയെ എടീന്നാ വിളിക്കുന്നു. പപ്പ എല്ലാം പറഞ്ഞുകൊണ്ട് എന്നാ പോയി പണിയൊക്കെ പപ്പാന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഗ്രാൻഡ് മദർ കൂടെ ഉണ്ട്. ഞാനന്ന് ആ ഗ്രാൻഡ് മദറിനോട് സംസാരിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞു, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സെയിങ് ഇസ് ട്രൂ. എനിക്ക് ഒരു തെറ്റ് പറ്റി. ഞാന് കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞുവാവയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വൈകിയാണ് കുഞ്ഞ് ജനിച്ചത്. എന്റെ മകൻ ഒത്തിരി വൈകിയാണ് കുഞ്ഞുണ്ടായത്. അപ്പൊ അത് എൻ്റെ ഒരു പ്രൊട്ടക്ഷനിലേക്ക്, അപ്പൊ ഞാന് ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാനാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ഒരു ടോട്ടൽ ഇത് ഞാൻ എടുത്തു. അടിക്കാനും തല്ലാനും സമ്മതിക്കാതെ സത്യത്തിൽ ഞാനാണ് ആ കുഞ്ഞിനെ സ്പോയിൽ ചെയ്ത് കളഞ്ഞതെന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ് മദർ കരഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. സോ വാട്ട് ഐ മീൻ ടു സേ ഈസ് ടു ഓൾ ദീസ് പാരന്റ്സ് ഹു ആർ ഹിയർ, let me tell you, if you have grandparents living with you, they can love and care the child, but disciplining aspect, when the parents do that, grandmother, grandfather, if they intervene, you have to have a talk between you and your grandparents.
ഇല്ലെങ്കിൽ നമ്മുടെ പാരൻസും നമ്മളും തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടാകണം. ദേ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഇന്റർഫിയർ ഇൻ പാരന്റിങ്. ആൻഡ് ദെൻ there must be co-parenting. That is most important. Co-parenting must be emphasized very well. Let me also tell you one more thing. I mean, if you have doubts, you can type your question. Yeah, so you can type your question anytime. So because of the limitation of time, we are not able to ask and have interaction by unmuting. So that's why I said if you have a question, നമുക്ക് chat box ഇടാം. So അടുത്ത് ഞാൻ പറഞ്ഞു വന്നത്, so I was trying to say that this is a time when children learn a lot of things. Foundations എല്ലാം സെറ്റ് ചെയ്യുന്ന ടൈമാണ്. 6 വയസ്സ് വരെയുള്ള സമയം. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന സമയമാണത്. 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സാണ് പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷൻ എന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? വ്യക്തിത്വ വൈകല്യം എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെയും ഫൗണ്ടേഷൻ ഇടുന്നത് ഈ സമയത്താണ്. അതായത് തിങ്ക് അബൌട്ട് ഇറ്റ്. കൊച്ചു ചെയ്ത ഒരു കാര്യത്തിന് കൊച്ചു ചെയ്ത ഒരു കാര്യത്തിന് എന്ത് ചെയ്തു? കൊച്ചിന് നല്ല ശിക്ഷ കൊടുത്തു. അതേ കാര്യത്തിന് പിറ്റേ ദിവസം അഭിനന്ദനം കൊടുത്തു. പക്ഷെ പിന്നെ എപ്പോ വേണമെങ്കിലും അതിന് ശിക്ഷയും കിട്ടും, അഭിനന്ദനം കൊടുക്കും. ഇൻകൺസിസ്റ്റന്റ് പാരന്റിങ് ക്രിയേറ്റ്സ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും അവരുടെ സ്വഭാവം മാറുന്നതെന്ന് അറിയത്തില്ല. വൈകല്യമാണ്, വ്യക്തിത്വ വൈകല്യമാണ്. ഇത് കിട്ടുന്നത് ഈ ഫൗണ്ടേഷൻ ടൈമിൽ നിന്ന്. 4 വയസ്സ് 3 വയസ്സ് സമയത്ത് ഇവരിങ്ങനെ ഒബ്സർവ് ചെയ്ത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അത് മാറി. അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ, അവരൊരു മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ അവരുടെ ഭാഗമായിട്ട് മാറിയേക്കാം. സോ അതുകൊണ്ട് ആ ഒരു ടൈമിലെ പാരന്റിങ്ങിൽ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനം ഇടുന്ന ടൈം ആയതുകൊണ്ട് വി മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഈ കുഞ്ഞുങ്ങൾ കോവിഡ് കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. കോവിഡ് കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ലോകം കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കോവിഡ് ഇങ്ങോട്ട് മാറി വന്നപ്പോഴാണ് ആ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ പോയത്. ഏകദേശം ഒരു 8 മാസം ഈ കുഞ്ഞു ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അപ്പനും അമ്മയും മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം കുഞ്ഞു വെച്ചല്ലേ, വേറെ ആരെയും കാണിക്കാനും പറ്റത്തില്ല, കോവിഡ് അല്ലേ. ഒരു 8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചർച്ചിലെ പാസ്റ്റർ എന്ന തലത്തിൽ ആ കുഞ്ഞിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനും ഭാര്യയും കൂടെ ആ കൊച്ചിനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പം ഞങ്ങൾ ഈ മാസ്ക് ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പൊ ഈ കൊച്ചിനെ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്കും പ്രശ്നമൊന്നുമില്ല. കുറച്ചു നേരം സംസാരിച്ചു ഈ കൊച്ചിനെ കൊണ്ടുപോയപ്പോ ഞാനിങ്ങനെ മാസ്ക് അങ്ങ് ഊരിയിട്ട് ഹലോ എന്ന് പറഞ്ഞൊരു ചിരിച്ചിരിക്കുകയല്ല, കൊച്ചൊരൊറ്റ കരച്ചിൽ. അപ്പൊ ഞാൻ പിന്നെ മാസ്ക് കെട്ടിയപ്പോ കൊച്ചു ഓക്കെ ആയി. കാരണം കൊച്ചു വിചാരിച്ചത് കൊച്ചിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പറിച്ചു മാറ്റിയെന്നാണ് കൊച്ചു വിചാരിച്ചത്. അപ്പം മനുഷ്യനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സമയത്ത് പിള്ളേർക്കുള്ള ഒരു പ്രധാന പ്രശ്നം ഇതായിരുന്നു, സോഷ്യലൈസേഷൻ ഇഷ്യൂ. ബിക്കോസ് ദേ ഹാവ് നോട്ട് ഹാഡ് എ ചാൻസ് ടു ഇന്ററാക്ട് വിത്ത് അതേഴ്സ്. ദേ നെവർ ഹാഡ് ദ സോഷ്യലൈസേഷൻ ബിഹേവിയർ അറ്റ് ഓൾ. അന്ന് ജനിച്ച കൊച്ചുങ്ങൾക്ക് പലർക്കും ഇന്ന് പറയാറുള്ള ഒരു ചാലഞ്ച് ഈ സോഷ്യലൈസേഷൻ ചാലഞ്ചാണ്. അത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, പാരന്റ്സ് ചെയ്യേണ്ടത് പതുക്കെ അവരെ എക്സ്പോസ് ചെയ്യണം. ഇപ്പൊ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ 4 വയസ്സോ 5 വയസ്സോ കുഞ്ഞുങ്ങളെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അവരെ വിളിക്കണം, റൂമിലേക്ക് വിളിച്ച് അവരെ അവിടെ നിർത്തി പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഇമോഷണൽ സ്പോഞ്ചസ് ആണ്. പ്രത്യേകിച്ച് ഈ 4 വയസ്സ് 3 വയസ്സെന്നൊക്കെ പറയുന്ന സമയം അവർ ഇമോഷണൽ സ്പോഞ്ചസ് ആണ്. ഈ സ്പോഞ്ചിനെ കണ്ടിട്ടുണ്ടോ? സ്പോഞ്ച് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് ഒരു വലിയ സ്പോഞ്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ വെള്ളം കാണില്ല. എവിടെ പോയെന്ന് വെച്ചാൽ ഇത് മൊത്തം ഈ സ്പോഞ്ച് വലിച്ചെടുത്തു. ദിസ് ഇസ് ഹൗ ചിൽഡ്രൻ ആർ ഇമോഷണലി അറ്റ് ദിസ് ഏജ്, എസ്പെഷ്യലി 3 years, 4 years, 5 years. They are like emotional sponges. They look for any clue to interpret it emotionally. അതുകൊണ്ട് ആ സമയത്ത് ഈ കൊച്ചിന്റെ പുറത്തൊരു തട്ട് കൊടുക്കുക, കൊച്ചിനെ ഒന്ന് ചേർത്ത് പിടിക്കുക, ഒരു അഭിനന്ദനം കൊടുക്കുക. സംതിങ് ദാറ്റ് ഐ ഹവ് ട്രൈഡ് ആൻഡ് ഐ ഹവ് ഫൗണ്ട് ഇറ്റ് സംതിങ് ഗ്രേറ്റ് ആസ് എ പാസ്റ്റർ ഇൻ മൈ ചർച്ച്. ഐ ഹവ് ഡൺ ഇറ്റ്. കൊച്ചു കുട്ടികളെ 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ കണ്ട ഞാൻ 2 പാറ്റ് ചെയ്യും ഷോൾഡറിൽ. എന്നിട്ട് ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്നൊക്കെ പറയും. 5 വയസ്സും 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഗുഡ് ഗേൾ, ഗുഡ് ബോയ്, വാവ് യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് ടുഡേ. ചുമ്മാ അങ്ങ് പറഞ്ഞേക്ക്, നമുക്ക് വല്ല ചെലവുണ്ടോ? ഇത് സംഭവിച്ചാൽ ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ? സഭായവും ആശീർവാദം കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കുട്ടിപ്പട്ടോളം എന്റെ മുമ്പിൽ കാണും. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചർച്ച വന്ന് നോക്കാം. സം ചിൽഡ്രൻ വിൽ ബി ദേർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, റൈറ്റ് ആഫ്റ്റർ ഐ സേ ദ ബെനഡിക്ഷൻ. എന്തിനാണെന്നറിയാമോ? ഒരു കെട്ടിപ്പിടുത്തം കിട്ടാനും ഒരു തോളത്ത് 2 തട്ട് കിട്ടാനും ഗുഡ് ബോയ് എന്നൊക്കെ അത് കേൾക്കാൻ വേണ്ടിയാ. അപ്പൊ അത് ദാറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് ബോണ്ടിങ്. ഈവൻ ടുഡേ ഞങ്ങളുടെ ചർച്ചിന്റെ ബൈബിൾ ക്ലാസ് സൂമിൽ നടക്കുന്നത്. ഇതുപോലത്തെ സൂം മീറ്റിംഗ്, പലരും വീഡിയോ ഓൺ ചെയ്യത്തില്ല. പക്ഷെ സൂം മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്ന സമയം കാണുമ്പോഴേക്കും കുറെ ഡിവൈസ് ചടപടാന്ന് ഓണായി വരും.
ആ ഓണായിരിക്കുന്ന ഡിവൈസിൽ മുഴുവൻ അമ്മയെ തള്ളി മാറ്റിക്കൊണ്ട് ഈ കുഞ്ഞുമാവ ഇങ്ങനെ തലയും കാണിച്ചോണ്ട്, എന്തിനാണെന്നറിയാമോ? ഞാൻ അവരുടെ പേരെന്ന് വിളിക്കണം, അതിനു വേണ്ടിയാ. ദി അറ്റൻഷൻ, ഗിവ് ഇറ്റ്. അഷുറൻസ്, വാല്യൂ, ഗിവ് ഇറ്റ്. കൊച്ചുങ്ങളെ ശരിക്കും അഭിനന്ദിച്ചോ, നല്ല ഇത് കൊടുത്തോ. അഭിനന്ദനം ഒരു മടിയും കാണിക്കരുത്. തെറ്റ് ചൂണ്ടി കാണിക്കുമ്പോ അവരെ ജീവിതത്തിൽ കാണിക്കുന്നത്, തെറ്റ് ചൂണ്ടി കാണിക്കുമ്പോൾ അവരെ വളരെ മൈൽഡ് ആയിട്ട് വേണം തെറ്റ് ചൂണ്ടി കാണിക്കാൻ. നന്മ പറഞ്ഞേച്ച് വേണം ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടോ, ബേസിക്കലി കൊച്ചു നല്ലയാളാണ് പക്ഷെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ള വിധത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിലത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കൊച്ചു ബാഡ് ആണ്, തല തെറിച്ചത്, നശിച്ചത് എന്നൊക്കെ. 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ പിള്ളേരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് ഈ കൊച്ചു എന്ത് ചെയ്യുന്നറിയാം? ചോക്ക് കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് ചുമര് മുഴുവൻ വരച്ചു വെക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ഈ അമ്മയോ അപ്പനോ വന്നേച്ച് നാശിച്ചത് ചുമര് മുഴുവൻ കളഞ്ഞ കണ്ടു കഴിഞ്ഞ് കുരുത്തം കേട്ടതിനെ കൊണ്ട്. അപ്പൊ ഈ കൊച്ചിന് നമ്മൾ ടേം ചെയ്ത്, നോ, വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഇൻസ്റ്റെഡ് ഒരു പേന എടുക്കുക, ഒരു പേപ്പർ കൊടുക്കുക, ഇതിൽ വരയ്ക്കാൻ പറ, എന്തെങ്കിലും വരയ്ക്കട്ടെ. വോ ഗ്രേറ്റ്, വണ്ടർഫുൾ എന്നൊക്കെ പറ. ഈ ചുമരിൽ വരച്ചപ്പോ ഇവിടെ വൃത്തികേടായില്ല, സോ നെക്സ്റ്റ് ടൈം വെൻ യു വാണ്ട് ടു ഡ്രോ സംതിങ്, ഡു ഇറ്റ് ഹിയർ എന്നും പറഞ്ഞ് കൊച്ചിനെ അങ്ങനെ ചാനലൈസ് ചെയ്ത് വിടാൻ പറ്റും. സർവോപരി എനിക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത കാര്യം ഞാൻ പറയാം. ഈ 4 വയസ്സും 3 വയസ്സിന്റെ സമയത്ത് കൊച്ചുങ്ങളുടെ തലക്കകത്തേക്ക് ആത്മീയത ഇട്ടുകൊടുത്താൽ, വേദോത്സവം പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം, ഈ കുഞ്ഞുങ്ങളെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാല് അവര് പ്രായമായാലും വൃദ്ധരായാലും അതിൽ നിന്ന് മാറത്തില്ല എന്ന് വേദോത്സവം പറയുന്നില്ലേ? അതുപോലെ ആവർത്തനം 6:6 പറയുന്നില്ലേ? നിങ്ങള് കൊച്ചുങ്ങള് കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും 24 hours വചനം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണം. കാരണം ഈ 4 വയസ്സും 3 വയസ്സുള്ള സമയത്ത് ഈ ഫൗണ്ടേഷന്റെ സമയമാണെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഈ ഫൗണ്ടേഷന്റെ സമയത്ത് ഈ കുട്ടികളുടെ തലയ്ക്കകത്തേക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് ലോകമാണ്, സെക്യുലർ വേൾഡ് ആണ്. അവർ കളിക്കുന്ന ഗെയിമുകൾ അവരെ ഭയങ്കര അഗ്രസീവ് ആക്കുകയാണ്. അവർ കാണുന്ന കാർട്ടൂൺസ് അവരെ ഭയങ്കര അഗ്രസീവ് ആക്കുകയാണ്. അവർ ഈ ടാബും പിടിച്ചോണ്ടിരുന്നേച്ച് അവരുടെ കാർട്ടൂൺ ഹീറോ അടുത്ത ആളെ കൊല്ലുന്നു, വെട്ടുന്നു, കുത്തുന്നു, ചോര ചീറ്റിത്തെറിപ്പിക്കുന്നു, പൽചക്രത്തിലേക്ക് കൊണ്ടുപോയി ആളെ വെച്ചങ്ങ് മുറിച്ച് കളയുന്നു, ഷൂട്ട് ചെയ്ത് ആളുടെ തല ഇങ്ങനെ ഇതാക്കി കളയുന്നു. അപ്പൊ ഇതൊക്കെ കണ്ട് 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 ഈ കൊച്ചുങ്ങളുടെ അകത്ത് കിട്ടുന്നത് ഭയങ്കര റോൾ മോഡലാണ്. എന്ത് റോൾ മോഡലാ? നശീകരണത്തിന്റെ, ആക്രമണത്തിന്റെ, വയലൻസിന്റെ. സോ it's a high time that we need to look at the content that the secular world is giving to the mind of our children. If we don't bother about that, we are going to pay a huge price for that. സൺഡേ സ്കൂളിൽ പോകുന്ന കുട്ടികളും സൺഡേ സ്കൂളിൽ പോകാത്ത കുട്ടികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു. somebody was doing a thesis on that. സൺഡേ സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക്, what are we doing in our Sunday school? നമ്മൾ കുട്ടികളുടെ മനസ്സിനകത്തേക്ക് അവരുടെ ഭാഷയിൽ വചനം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി അറ്റ് ദിസ് സ്റ്റേജ്, ഇഫ് യു ഗീവ് ദം ഡ്രീംസ് ഇറ്റ് വിൽ സ്റ്റേ ഫോർ എ ലോങ് ടൈം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കുഞ്ഞുങ്ങൾ വഴിയരികിലിരുന്ന് അപ്പത്തിന് വേണ്ടി കരയുന്നു, അവർക്ക് അപ്പം നുറുക്കി കൊടുക്കാൻ ആരുമില്ല. പത്തറ്റിക് പിക്ചർ ടുഡേ. കൊച്ചുങ്ങളുടെ മനസ്സിനകത്തേക്ക് ദൈവത്തെയും ദൈവവചനത്തെയും ദൈവിക ദർശനത്തെയും കൊടുക്കാൻ ആരുമില്ല. I can imagine Joseph being parented by Jacob. Jacob has got a chance to parent someone right after he became Israel. ഇസ്രായേൽ ആകുന്നതിന് മുൻപാണ് മറ്റു മക്കളെ പാരന്റിങ് ചെയ്തത്. അവരൊക്കെ പല കാര്യങ്ങൾക്കും തലതെറിച്ചവരായി വല്ലാത്ത രീതിയിലൊക്കെ ഇടപെട്ടത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ഈ യാക്കോബ് ദൈവത്തോടുള്ള എൻകൗണ്ടർ നടന്നതിന് ശേഷം പാരന്റിങ്ങിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പാരന്റിങ് ജോസഫ്. യു നോ വാട്ട് ഹാപ്പൻഡ് അറ്റ് ദ ജാബക്? ഗോഡ് ചേഞ്ച് ദിസ് പെർസ്പെക്റ്റീവ്. ഇതുവരെ ചേട്ടനെ ചേട്ടൻ എന്ന് പോലും കാണാൻ പറ്റാതെ പണം പണം പൈസ പൈസ പൈസ, എനിക്ക് ഞാൻ, നേട്ടം, സ്വത്ത്, സമ്പത്ത്, വഞ്ചന, ചതി, ദിസ് വാസ് ഡിഫൈനിങ് ഹിസ് ലൈഫ്. പക്ഷെ റൈറ്റ് ആഫ്റ്റർ ജാബക് എൻകൗണ്ടർ ചേട്ടനെ യജമാനെ എന്ന് വിളിച്ചു. ചേട്ടൻ ഉള്ള സ്വത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടുപോലുണ്ട്. കണ്ടന്റ്മെന്റ്, ഗോഡ്ലിനെസ്, റെസ്പെക്ട്, ഐഡന്റിറ്റി മാറി, പേര് മാറി. അത് കഴിഞ്ഞ് കിട്ടിയ പാരന്റിങ് ആണ് when Joseph was 3 years and 4 years, when Joseph was able to think, Joseph was able to dream. Children are good dreamers. You know what he did?
I can imagine him taking his child to the lonely place in the night. അവിടെ കിടന്നോണ്ട് മോനെ നോക്കി, ആകാശത്തിലേക്ക് നോക്കി, നക്ഷത്രങ്ങളെ കാണുന്നുണ്ടോ? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ അത്രയും തലമുറ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. So now what happens? Joseph is getting a dream. That's parenting. And that resulted in he himself seeing a dream. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും നമസ്കരിച്ചു എന്നൊക്കെ പറയുന്ന and then I can also imagine Jacob saying, Mone, I have had opportunity to parent your elder brothers, but at that time I was not good. ഞാൻ ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ഇല്ലായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് ശരിക്കും ദൈവമായിട്ടുള്ള എൻകൗണ്ടർ നടന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഏറ്റവും ജീവിതത്തിലെ വലിയ കാര്യം സ്പിരിച്വാലിറ്റിയാണ്, ദൈവത്തിന്റെ പ്ലാനാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭൂമിയിലെയും ഭൗമികവും ഇതൊക്കെ. ഇതെല്ലാം ഈ കൊച്ചിന് പറഞ്ഞു കൊടുത്തപ്പം കൂട്ടത്തിൽ, വെദർ ഹി സെഡ് ഇറ്റ് ഓർ നോട്ട്, ഐ ഡോണ്ട് നോ, ബട്ട് സംഹൗ ദിസ് ചൈൽഡ് got a correct vision that he is the one who is supposed to lead the entire family into spirituality. ആത്മീക മണ്ഡലങ്ങളിലേക്ക് ആ കുടുംബത്തിലെ സകല ആൾക്കാരെ നയിക്കാനുള്ള കപ്പാസിറ്റി ദൈവം കൊടുത്തിരിക്കുന്നത് ഈ ആൾക്കാണെന്ന് somehow Jacob communicated. That's how he began to see dreams like കറ്റകൾ എഴുന്നേറ്റ് നമസ്കരിക്കും. So my point is, നിങ്ങൾ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ജോൺ വെസ്ലിയുടെ അമ്മ ചെയ്തതുപോലെ വിളിച്ചിരുത്തിയിട്ട് 4 വയസ്സോ 5 വയസ്സോ ഉള്ളപ്പം പറഞ്ഞു കൊടുക്കണം, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഡ്രീം ഉണ്ട്, ഗോഡ് ഹാസ് എ ഹ്യൂജ് പ്ലാൻ ഫോർ യു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ കൊച്ചിന്റെ അകത്തേക്ക് നന്മ നിറച്ചു കൊടുക്കണം. കൊച്ചു സ്കൂളിൽ പോയി അടിയും തല്ലും ഉണ്ടായിക്കൊണ്ട് വരുമ്പോ, ആണോ എന്നിട്ട് നീ ഹിറ്റ് ചെയ്തോ, എന്നിട്ട് നിനക്കിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല മമ്മി, ഞാൻ 4 പേരെ അടിച്ചു വീഴ്ത്തി. വാവ്. എന്നിട്ട് ഈ കൊച്ചിന്റെ 4 പേരുടെ മുമ്പിൽ വെച്ചു, എന്റെ കൊച്ചുണ്ടല്ലോ കഴിഞ്ഞ 4 പേരെ അടിച്ചു വീഴ്ത്തി. ഇപ്പൊ കൊച്ചിന് മനസ്സിലായി ഏറ്റവും റെക്കഗ്നിഷൻ കിട്ടാൻ നല്ല വഴി വഴക്കാളിയാകുക. നമ്മൾ അറിയാതെ ആ കൊച്ചിന്റെ അകത്തൊരു ഈവിള് പ്രൊമോട്ട് ചെയ്തു. പക്ഷെ അതുവരെ കുഞ്ഞെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരെ വഴക്കുണ്ടാക്കുന്നവരെ കാണുമ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മൾ ഇങ്ങോട്ട് എതിർക്കാൻ വരുന്നവരോട് സ്നേഹത്തോടെ സംസാരിക്കും. സ്നേഹമല്ലേ ഏറ്റവും വലിയ ആയുധം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ then what will happen? The child will learn that. So subtle ആയിട്ട് the whole world is teaching wrong things to our children. The whole media is teaching wrong things to our children. അതിന്റെ നടുവിൽ പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് പാരന്റിങ് നടത്താൻ അവസരം കിട്ടുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളുടെ അകത്തേക്ക് ദൈവത്തിന്റെ ഡ്രീംസ് കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ആസ് പാരന്റ്സ് വി മസ്റ്റ് ബി റോൾ മോഡൽസ്. ദാറ്റ്സ് ദ ലാസ്റ്റ് പോയിന്റ് ഐ വോണ്ട് ടു മേക്ക് ഇറ്റ്. നമ്മൾ റോൾ മോഡൽ ആയിരിക്കണം. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അമ്മയാണ്. പ്രത്യേകിച്ച് 3 വയസ്സും 4 വയസ്സുള്ള കുഞ്ഞുങ്ങള് ലോകം പഠിക്കുന്നത്, ആത്മീയത പഠിക്കുന്നത്, they know what spirituality is by observing mother and father. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നോടൊരു കൊച്ചു പറഞ്ഞ പോലത്തെ അവസ്ഥ ഉണ്ടാകരുത്. കൊച്ചു പറഞ്ഞു, എന്റെ അമ്മ അന്യഭാഷ പറയുന്നത് കേട്ടാ, പ്രാർത്ഥിക്കുന്നത് കേട്ടാ ഭയങ്കര സംഭവമാണ്. പക്ഷെ അതേ അമ്മ സഭായം കഴിഞ്ഞ് കാറിലേക്ക് കയറി കഴിയുമ്പോൾ എന്റെ അപ്പനോട് പറയുന്ന വർത്താനം കേട്ടാലുണ്ടല്ലോ, ഉയ്യോ. സോ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ഇവിടെ ചർച്ച ചെല്ലുമ്പോൾ കാണിക്കുന്ന ഒരു പ്രഹസനം അതാണ്, അല്ലാതെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് ഒരു കണക്ഷനും ഇല്ലെന്നാണ് അമ്മ കാണിച്ചു കൊടുത്തത്. അപ്പം ഭയങ്കരമായിട്ട് ആത്മീയതയുടെ പുറത്തുള്ള കുറെ പ്രകടനങ്ങൾ നടത്തുന്ന അപ്പൻ പ്രാക്ടിക്കൽ ലൈഫില് ഇത് കാണിക്കാതിരിക്കുമ്പോൾ ഈ കൊച്ചിന് കിട്ടുന്ന ലേണിംഗ് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ലെറ്റ് മീ പുട്ട് ഇറ്റ് ദിസ് വേ. നമുക്ക് ദൈവോന്മുഖമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫ് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ ക്രിസ്തുവിനെ കാണണം. എങ്ങനെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ പെരുമാറണമെന്ന് നമ്മുടെ ലൈഫ് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒരു തലമുറയെ വാർത്തെടുക്കാൻ, പ്രത്യേകിച്ച് പേഴ്സണാലിറ്റിയുടെയും സ്പിരിച്വാലിറ്റിയുടെയും എല്ലാം ഫൗണ്ടേഷൻ വീഴുന്ന ഈ ഒരു ടൈമില് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് ആ റേഞ്ചില് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് അടിസ്ഥാനം ഇട്ടുകൊടുക്കാൻ തമ്പുരാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് അവരുടെ മനസ്സിലേക്ക് ഈവിളും അക്രമവും
വയലൻസും ഒക്കെ ഇട്ടുകൊടുക്കുന്ന കാർട്ടൂണുകളാണെങ്കിലും അവരുടെ ഗെയിമുകളാണെങ്കിലും അവർ കാണുന്ന റീൽസും ഫോണിൽ കാണുന്ന സകല കണ്ടന്റുകളും സ്കൂളിൽ ചെല്ലുമ്പോൾ അവരുടെ സുഹൃത്തുക്കളും ആണെങ്കിലും അവരെല്ലാം ഈ കൊച്ചുങ്ങളെ പാപത്തിലേക്കും ലോകത്തിലേക്കും പിശാചിലേക്കും ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവില് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയില് ഒരു പ്രാഗൽഭ്യം ഉണ്ടാകട്ടെ. കർത്താവ് എനിക്ക് തന്നതാണ് മക്കള്. ആ മക്കളെ കർത്താവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യാൻ ആ ന്യായവിധി സമയത്ത് ആ സിംഹാസനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ പിടിച്ചു നിർത്തുന്ന സമയത്ത് അവർക്ക് വളർന്നു വരുന്ന ഫൗണ്ടേഷൻ കിട്ടുന്ന ആ സമയത്ത് നല്ല ഫൗണ്ടേഷൻ കൊടുത്തു എന്നുള്ള ചാരിതാർത്ഥ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. വേദപുസ്തകത്തിൽ കാണുന്ന ഏതെങ്കിലും ആൾക്കാര് കുട്ടികളെ കർത്താവിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തെങ്കിൽ അവരെല്ലാം അതിന്റെ ഫൗണ്ടേഷൻ ഇട്ട് 4 വയസ്സിലും 5 വയസ്സിലും ആയിരുന്നു. ഒരു മോശ ദൈവത്തിന് വേണ്ടി ഭയങ്കര വ്യത്യസ്തനായി നിന്നെങ്കിൽ ആ മോശയുടെ 3 വയസ്സ് 4 വയസ്സ് ടൈമിൽ അമ്മ തലയ്ക്കകത്തേട്ട് ഇട്ടുകൊടുത്ത മനോഹരമായ ആ ലേണിംഗ് ആയിരുന്നു അതിന് മുഖാന്തരമായിട്ട് വർക്ക് ചെയ്തത്. ഇഫ് യു ഫൈൻഡ് എ സാമുവൽ, ദർ ഇസ് എ ഹന്ന ബിഹൈൻഡ് ദാറ്റ് സാമുവൽ who taught him the most valuable spiritual lessons when he was 3 years and 4 years. It was at that time that she dedicated him to the temple, gave him to the temple. Every year she would visit, every year she would remind him of the promise of God. ഇതൊക്കെ ഇങ്ങനെ നടത്തുന്ന കൃത്യമായ ഒരു ഇന്റർവെൻഷൻ ഈ മാതാപിതാക്കൾ ചെയ്തതുപോലെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ കൊച്ചുങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ദൈവത്തെ കൊടുക്കാൻ, ദൈവവചനത്തെ കൊടുക്കാൻ, സ്പിരിച്വാലിറ്റി കൊടുക്കാൻ, ഡ്രീംസിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. സിബ്ലിംഗ് റൈവൽറിയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ. കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ ഫോർമേഷനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഇമോഷണൽ സ്പോഞ്ചസ് ആയതുകൊണ്ട് അവരെ നല്ല വൈകാരിക പക്വതയുള്ളവരാക്കി വളർത്താൻ ദൈവം സഹായിക്കട്ടെ. സർവോപരി അവരെ കേൾക്കുന്നവരാകാൻ ദൈവം സഹായിക്കട്ടെ. അവരകത്തേക്ക് സ്പിരിച്വൽ ഡ്രീംസ് കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവർക്ക് നമ്മളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. അവർക്കൊരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹം കൊടുക്കാൻ, അവരെ ദൈവോന്മുഖമായി വളർത്തിയെടുക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഇവിടെ വന്ന് എല്ലാവരുടെ മേലുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ.